ഈ വാർത്ത കൊള്ളാമല്ലോ. ATM-ൽ പണമെടുക്കാൻ ചെന്ന യുവാവിന് ഷോക്കേറ്റ്. അത് പിന്നെ അത് കറണ്ട് അക്കൗണ്ടാന്നേ, അതുകൊണ്ടല്ലേ അത് ഷോക്കേറ്റത്. നമുക്ക് സംശയിക്കാനൊന്നുമില്ല, കറണ്ട് അക്കൗണ്ട് ആണെ അത് ഷോക്ക് അടിക്കും. എന്റെ ഒരു പണിക്കാരനുണ്ട്, 10 മണി കഴിഞ്ഞു ഇതുവരെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അവനെ അങ്ങോട്ട് വരുമ്പോഴേ മുതലാളിയേന്നൊരു നീട്ടിയൊരു വിളിയുണ്ട്. അത് എന്തിനാണെന്ന് പോലും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വരുന്നുണ്ട്. തുമ എന്നെ തല്ലിയ തുമടലിന അടിമൊത്തം കൊണ്ടതെന്റെ നടുവിന. തുമ എന്നെ തല്ലിയ തുമടലിന അടിമൊത്തം കൊണ്ടതെന്റെ നടുവിന. നീ നല്ലതായിട്ട് പാടുവല്ലോ. അത് മുതലാളിക്ക് അറിയത്തില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ലോ പാട്ട് മത്സരത്തിനൊക്കെ എനിക്ക് ട്രോഫി കിട്ടിയിട്ടുണ്ട്. ആണോ? ഞാൻ സ്കൂളിൽ ഒരു പാട്ട് പാടി, എനിക്ക് കിട്ടിയത് TC കിട്ടുന്ന പാട്ട്. ഏത് പാട്ടാ പാടിയേ? ഞാന് എന്റെ കൂടെ പഠിച്ച ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഞാനൊന്ന് പാടി. ഒരു നിമിഷം തരൂ നിന്നിലലിയാ. എന്നിട്ട് മുതലാളി അലിഞ്ഞോ? ഇല്ല, അവിടെ വീട്ടുകാര് എന്നെ പൊതിഞ്ഞു, എന്നിട്ട് ഞാൻ വലിഞ്ഞു. എന്താ താമസിച്ചതോ? എന്റെ പൊന്നു മുതലാളി ഇങ്ങോട്ട് പോരാൻ നേരത്തെ ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഞാൻ ഇറങ്ങി. പതിവില്ലാതെ കുളിയും കഴിഞ്ഞ് ഇറങ്ങിയോണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. അന്നേരം ഒരു ഫോൺ വന്നേക്കുവാ, ഭാര്യ പ്രസവിച്ച് നേരെ ആശുപത്രിയിലോട്ട് ചെല്ലാൻ. ഇത് കേട്ട പാടുള്ള തുണിയും ഭാര്യ ചുറ്റിക്കൊണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് അങ്ങ് ചെന്ന്. എനിക്കൊരു സംശയം, നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഞാനും ഓർത്ത് ദൈവം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഈ സ്പീഡിൽ ഇങ്ങോട്ട് വന്ന അതാ ഇത്രയും താമസിച്ചു പോയത്. ഞാൻ കഴിഞ്ഞ ആഴ്ച വൈകിട്ട് ഇച്ചിരി പച്ചക്കപ്പ തിന്നു, അന്ന് മുതൽ വയറിന് പ്രശ്നം. പച്ചക്കപ്പ തിന്നാ പിന്നെ വയറിന് പ്രശ്നം ഉണ്ടാകാതിരിക്കുവോ? അല്ല ചേച്ചിമാരെ, നമ്മള് കപ്പയൊക്കെ വേവിച്ച് ഇറച്ചിയുടെ മീനും ചാറൊക്കെ കൂട്ടിയല്ല തിന്നുന്നത്. പച്ചക്കപ്പ ഇന്ന് അങ്ങനെ ഇരിക്കും. ഇനി മുതലുണ്ടല്ലോ അല്ല ചപ്പാത്തി മേടിച്ച് ഉണ്ടാക്കി തിന്നി. അയ്യോ, ഞാൻ 4 ദിവസമായിട്ട് ചപ്പാത്തി തന്നെയാ തിന്നുന്നത്. ഇപ്പൊ എന്റെ 3 കിലോ കുറഞ്ഞു. ശരീരത്തിന്റെ ഭാരോ? ഗോതമ്പ് പൊടി. അയ്യോ, ഇത് ഞാൻ ആരോട് പറയാനാ? മുതലാളിക്ക് വന്ന ഒരു കാര്യം പറയാം. റോസ നല്ലപോലെ വളഞ്ഞിട്ടുണ്ട്, ഞാൻ കെട്ടിക്കോട്ടെ? അയ്യോ വേണ്ട. എടാ, ഇവിടെ പണിക്ക് വരുന്ന റോസയ്ക്ക് നിന്നെ കഴിഞ്ഞും 10 വയസ്സ് കൂടുതലാ, നീ കെട്ടണ്ട. ആ റോസ ചേച്ചിയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞേ? നമ്മള് കഴിഞ്ഞതിന് മുമ്പത്തെ മാസത്തിൽ ബഡി ചെയ്ത് വെച്ച റോസച്ചെടിയില്ലേ, അത് വളഞ്ഞു നിൽക്കുവാ. അതുപോലെ കമ്പും വെച്ച് ഞാൻ കെട്ടിക്കോട്ടെ എന്നാ ചോദിച്ചത്. നീ കെട്ടിവെച്ചുവാ അവിടെ നിന്നേ. എന്നാ മുതലാളി നീ വന്നേ. എടാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്കറിയാം, പണിന്ന് പറഞ്ഞുവിടാൻ വേണ്ടിയല്ലേ? അല്ല, നിന്നെ ഞാൻ പറഞ്ഞു വിടത്തില്ല. നാളെ എന്റെ വെഡിങ് ആനിവേഴ്സറിയാ. കൺഗ്രാറ്റുലേഷൻസ്. ചെലവുണ്ട്. എടാ, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാ മുതലാളി ആ ഗിഫ്റ്റ്? മാല. മാല? വെറുതെ അല്ല നിങ്ങൾ ഭൂലോക മണ്ടൻ നാട്ടുകാർ മൊത്തം വിളിക്കുന്നത്. സ്വർണത്തിന് ഇതുപോലെ വില കൂടി നിൽക്കുമ്പോ ഏതെങ്കിലും ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് മാല മേടിച്ചു കൊടുക്കുവോ? ഇനി എന്നതാണ് മേടിക്കേണ്ടത്? ചേച്ചിക്ക് വല്ല സ്കൂട്ടറൊക്കെ മേടിച്ചു കൊടുക്കാൻ മേലായിരുന്നോ? പിന്നെ സ്കൂട്ടർ എവിടെയാ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നേ? ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ആണോ? മണ്ടത്തപ്പോലെ മണ്ടത്തോരൊന്നും വിളിച്ചു പറയുന്നു. ഇല്ല, പറയല്ല. സാറേ, അവിടെ നിന്ന് നോക്കാതെ ഇങ്ങോട്ട് കയറി നോക്കിക്കോ. സാറേ, ഇഷ്ടം പോലെ ചെടികളുണ്ട്. സാർ അതെല്ലാം ഒന്ന് നോക്കിക്കേ. നോക്കാം. സാറേ, ഫ്രീ ഡെലിവറി ആണ് ഈ കുഞ്ഞാപ്പി ഗാർഡൻ നഴ്സറിയുടെ പ്രത്യേകത. സാർ നോക്കിയാൽ മതി. ഇത് നേരത്തെ പറയണ്ടായിരുന്നോ? നേരത്തെ പറയണോ? സാർ ഇപ്പൊ അല്ലേ കെട്ടിയെടുത്തുള്ളൂ ഇങ്ങോട്ട്? എടാ, എന്റെ ഭാര്യയില്ലേ 6 പ്രസവിച്ചു. 6 ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ നടത്തിയതേ. ഭയങ്കരമായിട്ട് പൈസ ചെലവായി. പിന്നെ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വാ. അല്ല, പിള്ളേരെ കൊണ്ടേ ചെടിയെ കൊണ്ടല്ലോ നമുക്ക് നോക്കിക്കൊണ്ട് പോകാമല്ലോ. സാറേ, ഇവൻ പറഞ്ഞ എന്നാന്നറിയോ? ഇവിടെ ഈ ചെടികൾ ഏതെടുത്താലും ഫ്രീ ഹോം ഡെലിവറി ആന്നാ പറഞ്ഞേ. അയ്യോ, ഡെലിവറി എന്ന് കേട്ടപ്പോ ഞാനങ്ങ് മറ്റേ ചിന്തിച്ചു പോയി. സാറ് നോക്കിക്കോണ്ട്, അവിടേക്ക് ഇഷ്ടം പോലെ ചെടികളുണ്ട്. സാറിന് എന്നാ വെച്ചെന്നാ പറഞ്ഞാൽ മതി. മുള്ളില്ലെങ്കിൽ തന്നേരെ. ഈ ചെടി നല്ല ലോകത്ത് ഒരു ചെടിയും മുള്ളത്തില്ല. എടാ, മുള്ളത്തില്ലെങ്കിൽ തരാനല്ല പറഞ്ഞേ, മുള്ളില്ലാത്ത ചെടി തരാനാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സാർ നോക്ക്, ഇഷ്ടം പോലെ തൈ കഴിക്കുക. സാർ നോക്കിക്കോ, എല്ലാം ഫ്രീ ഡെലിവറി ആണ്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവേ? ഞങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ട്? സാർ ആ ചെടി നോക്കിയോ സാറേ? അത് എന്നതാ? അത് ലക്ഷ്മി തരൂ. 2 പേര് നിങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ഇനി ലക്ഷ്മി പറഞ്ഞോടോ ഇത് തരാനായിട്ട്? അയ്യോ, ലക്ഷ്മി വന്നിട്ട് തരൂ നല്ല പറഞ്ഞു. ആ ചെടിയുടെ പേരാ ലക്ഷ്മി തരൂ. അങ്ങനെയായിരുന്നോ? അറിയാൻ വേണ്ട. ഈ നേഴ്സറിയിലൊക്കെ ഉണ്ടല്ലോ ഓരോരോ സാധനങ്ങൾക്ക് ഓരോരോ പേരുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ലല്ലോ, ഇവൻ അറിയാം. നിനക്ക് എന്നതാ അറിയാവുന്നേ? മണ്ടത്തരം. നമ്മുടെ ഈ നേഴ്സറിയിൽ സാറ് വികസിപ്പിച്ചെടുത്തൊരു പ്ലാവുണ്ട്. അത് ഞങ്ങൾ ചക്ക പറിച്ചിപ്പം തിന്നിട്ടിരിക്കുക. വേണം സാർ ഈ ചക്ക എടുത്ത് കഴിച്ചു നോക്കി. എടുത്തു നോക്കി. ഫ്രീ ഡെലിവറിയാണ്. അത് ബുദ്ധിമുട്ടാവുകയെ. എങ്ങനെയുണ്ട് സാറേ? നല്ല ടേസ്റ്റ് കേട്ടോ. എന്നാ പേര്? സോമൻ.
ഈ സോമന്റെ 2 കുരു എനിക്ക് തരണം കേട്ടോ. എന്നാത്തിന്? വിത്ത് മുളപ്പിക്കാം. അയ്യോ തോമൻ എന്ന് പറഞ്ഞ എന്റെ പേരാ. എടാ ഞാൻ ഈ ചക്കയുടെ പേരല്ലേ ചോദിച്ചത്. അതൊക്കെ ഇനി വിട്. സാർ ഇനി ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് സാധനം മേടിച്ചോണ്ട് പോക്ക് നടക്കത്തില്ല. ആണ്ട് അത് വേണം എടുത്തു കേട്ടോ. അത്? അത് അവക്കാടോ. എടാ അവക്കാണെങ്കിൽ അത് മാറ്റി വെക്കണോ. വരുന്നവരോടല്ല ഇത് കാണിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അയ്യോ സാറേ ഞാൻ ആ ചെടിയുടെ പേരെ പറഞ്ഞ പഴം ഉണ്ടാകുന്ന അവക്കാടോ എന്ന് പറഞ്ഞ പഴം ഉണ്ടായി ചെടിയത്. സാറേ ഇതെന്നാ ഈ കാണിക്കുന്നത്? എടാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. അന്നേരം ഞാൻ ഈ മുടി അങ്ങ് വലിച്ചു പറിക്കും. അയ്യോ മുടി വലിച്ചു പറിച്ചാ ഇങ്ങനെ ഇരിക്കും. അപ്പൊ തനിക്ക് എന്നെക്കാളും ദേഷ്യം ഉണ്ടോ? എനിക്കൊരു ദേഷ്യവുമില്ല. പിന്നെ? എന്റെ പെണ്ണും പിള്ള ദേഷ്യം വരുമ്പോ വലിച്ചു പറിക്കുന്നതല്ലേ? ആ. എല്ലാം കയറി നോക്കിക്കാ സാറേ, ഫ്രീ ഡെലിവറിയാ. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുകയുള്ളേ. ഇല്ലെന്ന് റാണിയോട് ഒരു കാര്യം പറയാനുണ്ട്. സാർ നോക്കിക്കോ സാറേ. നോക്കി. അതെ ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇച്ചിരി നേരത്തെ പോകും. എന്നാ എന്റെ അച്ഛന്റെ കയ്യും കാലും ഒടിഞ്ഞു ആശുപത്രി കിടക്കുക പ്ലാസ്റ്റർ ഇട്ടിട്ട്. അതെങ്ങനെ സംഭവിച്ചു? അത് സംഭവം എന്ന് പറഞ്ഞാൽ അറിയാവില്ല, എന്റെ അപ്പം മേസ്ത്രി ആണല്ലോ. ഈ 2 നിലയുടെ മുകളിൽ എന്റെ അച്ഛൻ കയറി ഇങ്ങനെ തേച്ചോണ്ടിരിക്കുക. അപ്പൊ അച്ഛന്റെ ഈ ബാലികാലി സുഹൃത്തയില പോവാ. ഇത് കണ്ടോണ്ടോ അച്ഛൻ ഇങ്ങനെ കൈ കൊട്ടിയിട്ട് പുഷ്കരോ പുഷ്കരോ എന്ന് 2-3 വിളി. ഇത് കേട്ടോ കൂടെ ഉണ്ടായിരുന്ന ഹിന്ദി പണിക്കാരില്ലേ, അച്ഛന്റെ കഴുത്തെ പിടിച്ച് 2-ാം നേരം ഒറ്റ തള്ളിച്ച. മെഡിക്കൽ കോളേജ് കിടക്കുക, കാലെ പ്ലാസ്റ്റിക് ഉണ്ട്. എനിക്ക് പോണം. ഇപ്പൊ പോണല്ലേ? ഒരു കാര്യം ചെയ്യ്, സാറിന്റെ ബില്ല് കൂട്ടി കൊടുക്കാം. എന്നാ ബില്ല് കൂട്ടിക്കിടക്കും. സാറേ സാറിന്റെ പേര് പറഞ്ഞേ. സത്യവിശ്വനാഥ രാമമൂർത്തി. കുഴഞ്ഞ സ്പെല്ലിങ് പറഞ്ഞാ മതി. സ്പെല്ലിങ് അറിയാൻ മേലല്ലേ? ദാസൻ അങ്ങ് എഴുതിയാ മതി. ദാസൻ എഴുതിയാ മതി. ബാക്കി അഡ്രസ് ജ്ഞാനം നഗർ. ജ്ഞാനം നഗർ എഴുതുന്ന ആൾക്കാർ ഉണ്ടല്ലോ. കർണാടക. കർണാടക. അയ്യോ കർണാടകക്കാരനല്ലേ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന മലയാളി തന്നെ ആടോ. കർണാടകത്തിലല്ല, എവിടെയാണെങ്കിലും ഇത് ഫ്രീ സർവീസാ സാറേ. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുവേ? ഒരിക്കലും ബുദ്ധിമുട്ടല്ല. എന്റെ പൊന്നും മുതലാളി, ഈ സാറിനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. പറഞ്ഞു വിടാം. അത് കൂട്ടി വെക്ക്. കൂട്ടി വെക്കാം. നീ അതിന്റെ റേറ്റും അതിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞേ. 300 രൂപയുടെ ഏതോ ഒരു ചെടി അത്ര എടുത്തിട്ടുള്ളൂ സാറേ. ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഈ ഒരു ചെടിയാണോ എടുത്തേ? എനിക്ക് ആ ഒരെണ്ണം മതിയടോ. പൊന്നെ സാറേ, ഇതിപ്പോ നമുക്ക് ഫ്രീ ഡെലിവറി ചെയ്യാൻ പാടാം. ഒരെണ്ണം നമ്മൾ ചെയ്യത്തില്ല. അതെ ഞാൻ വന്നപ്പോ തൊട്ട് നിങ്ങൾ പറയുന്നല്ലോ ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി. അപ്പോഴും ഞാൻ പറഞ്ഞില്ലായിരുന്നോ? സാർ പറഞ്ഞായിരുന്നു. നീയും പറഞ്ഞായിരുന്നു. ഞാനും പറഞ്ഞായിരുന്നു. ഇത് നടക്കുകയായിരുന്നു. നീ ഒരു പ്ലാസ്റ്റിക് കൂട്ടിലിട്ട് അതും കൊടുത്തേ. ആ പ്ലാസ്റ്റിക് കൂടി ഇട്ട് വരാം കേട്ടോ. അതൊന്നും പറഞ്ഞാൽ നടക്കുകയല്ല. ഞാൻ കർണാടകത്തിൽ ചെല്ലുമ്പോ ഈ സാധനം എനിക്ക് അവിടെ കിട്ടിയിരിക്കണം. സാറേ ഇത് നമ്മളെ കുഴപ്പിക്കരുത് കേട്ടോ. സാർ അത് പറ്റുമോ? ഈ ഒരെണ്ണമായിട്ട് എങ്ങനെ ഫ്രീ ഡെലിവറി ചെയ്യും? അതൊന്നും എനിക്കറിയത്തില്ല. അത് വലിയൊരു കുഴപ്പമായി തീരുവ. എടാ അത് നമുക്കിപ്പോ അത് എന്നെ ചെയ്യാൻ പറ്റുന്നേ? അപ്പൊ നമുക്ക് ആലോചിച്ചാലേ ഒരു സ്വിച്ചിട്ട പാവയോ ആലോചിച്ചാലും നമുക്ക് ആലോചിക്കട്ടെ. സാർ ഇനി വേണം നോക്കിക്കോ. അതെ ഒരെണ്ണമായിട്ടല്ലേ ഡെലിവറി ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. 2 എണ്ണം നോക്കാവോ? നമ്മള് പെട്ടുപോയില്ലേ? 2 എണ്ണം ആണെങ്കിൽ നമുക്ക് നോക്കാം. നോക്കാം അല്ലേ സാറേ? ഒരെണ്ണമായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ലെന്നാ മുതലാളി പറഞ്ഞു. 2 എണ്ണമാണെങ്കിൽ ഡെലിവറി ചെയ്യും. ഞാൻ ഈ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. എനിക്ക് ഇത് മതി. ഒരെണ്ണല്ലേ സാർ എടുത്തിട്ടുള്ളൂ. ഒന്ന് ഞാനും കൂടെ സാറിനും കൂടെ വരാം. കർണാടകയ്ക്ക് വരാം. നീ അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. വെറുതെ ഇരുന്ന നാക്കലോട്ട് ചുണ്ണാമ്പ് തേച്ച് പൊള്ളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സമയം കഴിഞ്ഞു പോയല്ലോ. ഞാൻ സാറിനും കൂടെ കർണാടകയ്ക്ക് അങ്ങോട്ട് വരാം. എന്നതിന്? എനിക്ക് അവിടെ വന്ന് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ടൊന്ന് മനസ്സമാനത്ത് തൊഴുത് പ്രാർത്ഥിക്കണം. എന്തിനാടാ? നിങ്ങൾക്ക് ഇനിയെങ്കിലും നല്ല ബുദ്ധി കൊടുക്കണേ എന്ന്.